നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബീം സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ മെയിൻ ലോബ് ഓഫ് എ റേഡിയേഷൻ പാറ്റേൺ. നമുക്കറിയാലോ, ഒരു റേഡിയേഷൻ പാറ്റേണിലെ മെജോറിറ്റി റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മേജർ ലോബാണ് അല്ലേ. അപ്പോൾ ആ മേജർ ലോബിൻ്റെ ഡയറക്ഷൻ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇൻ റേഡിയോ സിസ്റ്റം, beam steering may be accomplished by switching the antenna elements or by changing the relative phases of the RF signal driving the element. നമുക്ക് റേഡിയേഷൻ പാറ്റേണിൻ്റെ അല്ലെങ്കിൽ മേജർ ലോബിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് മീൻസ് ബീം സ്റ്റിയറിങ് എങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആൻറ്റിന എലമെൻസിനെ സ്വിച്ച് ചെയ്തുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചേഞ്ചിങ് ദ റിലേറ്റീവ് ഫേസസ് ഓഫ് ദ RF സിഗ്നൽ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, എലമെൻസിന് നമ്മൾ ഇപ്പോൾ ആൻറ്റിന അറേയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ബ്രോഡ് സൈഡ് അറേ, എൻഫയർ അറേ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്രോഡ് സൈഡ് അറേ ആണെങ്കിൽ നമ്മൾ എല്ലാ എലമെൻസും ഇൻ ഫേസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സൈറ്റേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് റേഡിയേഷൻ പാറ്റേൺ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു അറേ ആക്സിസ് കിട്ടുന്നു. ഓക്കെ, എൻഫയർ അറേ ആണെങ്കിൽ നമ്മൾ ഓരോ എലമെൻറ്റിനും ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് കൊടുക്കുന്നു, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അലോങ് ദ ആക്സിസ് ഓഫ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ആ രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ചിങ് വരുത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്, ഫിഗർ ഇലുസ്ട്രേഷൻ ഓഫ് ബീം സ്റ്റിയറിംഗ് കാണിക്കുന്നത്. ബീം സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ മേജർ ലോബിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബേസ് സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈസ് 1 ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു, ഡിവൈസ് 2 ഇവിടെയാണ്, ഡിവൈസ് 3 ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഡിവൈസ് 2 നമുക്ക് ബേസ് സ്റ്റേഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ അല്ലെങ്കിൽ സിഗ്നൽ മേജർ ലോബിൻ്റെ ഡയറക്ഷൻ ഇതാ ഈ ഡയറക്ഷനിലാണ്. ഡിവൈസ് 2 എന്നാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ, ചേഞ്ച് ചെയ്തത് കണ്ടില്ലേ. ഡിവൈസ് 3 എന്നാവുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അഗെയിൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബേസ് സ്റ്റേഷൻ പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിവൈസിൽ നിന്നുള്ള റേഡിയേഷൻ മേജർ ലോബിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ട്രാൻസ്മിഷൻ റിസപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ബീം സ്റ്റിയറിങ്ങിനെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ അപ്പോൾ ഇനി ഈ ബീം സ്റ്റിയറിങ്ങിനുള്ള ടെക്നിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, ലോട്ട്സ് ഓഫ് ടെക്നിക്സ് ഹാവ് ബീൻ യൂസ്ഡ് ടു സ്റ്റിയർ ആൻ ആൻറ്റിന റേഡിയേഷൻ പാറ്റേൺ ഓവർ ദ ഇയേഴ്സ്, ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ സ്റ്റിയറിംഗ്, ബീം ഫോമിംഗ്, റിഫ്ലക്റ്റ് അറേ, പാരസൈറ്റിക് സ്റ്റിയറിംഗ്, ഇൻ്റഗ്രേറ്റഡ് ലെൻസ് ആൻറ്റിനാസ്, സ്വിച്ച്ഡ് ബീം ആൻറ്റിനാസ്, ട്രാവലിംഗ് വേവ് ആൻറ്റിനാസ്, റെട്രോ ഡയറക്റ്റീവ് ആൻറ്റിനാസ് ആൻഡ് മെറ്റാമെറ്റീരിയൽ ആൻറ്റിനാസ്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മൾ ബീം സ്റ്റിയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാ മെത്തേഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആദ്യത്തെ 2 മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വരുന്നത് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് മാനുവലി ടേണിംഗ് ദ ആൻറ്റിന ടു ഫേസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ നമ്മളെന്താ ചെയ്യുന്നത്, മാനുവലി നമ്മളതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻറ്റിനെ ടേൺ ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ബിക്കംസ് undesirable and difficult when we consider factors such as size, weight, weather conditions, etc. ഓക്കെ, നമുക്കറിയാം ഭയങ്കര സൈസ് വളരെ കൂടുതലുള്ള ആൻറ്റിനാസ്, അതല്ലെങ്കിൽ വെയിറ്റ് കൂടിയ ആൻറ്റിനാസ്, അതൊക്കെ നമുക്ക് മാനുവൽ ടേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ വെതർ കണ്ടീഷൻസ്, കാരണം വെതർ കണ്ടീഷൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ വളരെയധികം എഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. സിഗ്നൽ സ്ട്രെങ്ത് വീക്ക് ആവാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വെതർ കണ്ടീഷനിലും നമ്മൾ ഓരോ ടൈമിലും ഇതിങ്ങനെ ടേൺ ചെയ്യുക, എന്നിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ദെൻ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ഈസ് ഓഫൺ പെർഫോംഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് മോട്ടോഴ്സ്. നമ്മൾ യൂഷ്വലി ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ബീം ഫോമിംഗ്. The term beam forming refers to the process of combining signals from an array of elements to form a highly directional beam of direction. Okay, അപ്പോൾ ബീം ഫോമിംഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേയിലുള്ള എലമെൻസിൻ്റെ ബീംസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈലി ഡയറക്ഷണൽ ബീം ഫോം ചെയ്യുക. ഓക്കെ, അതാണ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, it is also used to precisely align the phases of an incoming signal from different parts of an array to form a well-defined beam in a specific direction.
അതായത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് റിസീവിങ് ആൻറ്റിനയുടെ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകമിങ് സിഗ്നൽസിൻ്റെ ഫേസസ് എല്ലാം ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആൻ അറേയിൽ നിന്ന് വരുന്ന ഇൻകമിങ് സിഗ്നൽസിൻ്റെ ഫേസസ് എല്ലാം നമ്മൾ അലൈൻ ചെയ്തിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ബീം ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഫോം ചെയ്യാം. ഓക്കെ, അതിനെ നമ്മൾ ബീം ഫോമിംഗ് എന്ന് പറയുക. അതായത് ട്രാൻസ്മിഷൻ്റെ കേസിലെന്ന് പറയുമ്പോൾ കുറേ അറേന്നുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്നുള്ള സിഗ്നൽസിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈലി ഡയറക്ഷണൽ ബീം ഫോം ചെയ്യുക. അതല്ലെങ്കിൽ റിസപ്ഷൻ്റെ കേസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അറേയിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് സിഗ്നൽസിനെ നമ്മൾ അതിൻ്റെ ഫേസസിനെ അലൈൻ ചെയ്തിട്ട് ഹൈലി ഡയറക്ഷനിലുള്ള ഒരു ബീമിനെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലോട്ട് ഫോം ചെയ്യാം. ഓക്കെ, this is achieved by implementing a time delay on each element signal. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൽ നിന്നും വരുന്ന സിഗ്നലിന് ഒരു പെർട്ടിക്കുലർ ടൈം ഡിലേ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ബീം ഫോമിംഗ് ടെക്നിക് ക്യാൻ ബി സബ് ക്ലാസിഫൈഡ് ആസ് RF or analog beam forming, hybrid beam forming. Two types of beam forming ആണ് RF or analog beam forming and hybrid beam forming. ഇതാണ് അനലോഗ് ബീം ഫോമിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. RF ബാർ അനലോഗ് ബീം ഫോമിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഇപ്പോൾ ഇവിടെ n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയാണ്. A1 A2 A3 എക്സെട്ര AN എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിനാസ് ആണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ആ എലമെൻറ്റ്സിനെ നമ്മൾ എന്തിലോട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ലോ നോയ്സ് ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ആ ലോ നോയ്സ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ഫേസ് ഷിഫ്റ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ എല്ലാ എലമെൻറ്റ്സും എന്നുള്ള എലമെൻറ്റ്സും കൂടിയും ഒരു ബീം ഫോമറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫ്രം ദ ഫിഗർ, ദ സിഗ്നൽ from an element of the phased array is fed through a low noise amplifier, after which the time delay is implemented by means of a phase shifter. Okay, അപ്പോൾ നമ്മുടെ എലമെൻറ്റ്സ് എന്നുള്ള സിഗ്നൽ, അതായത് ആൻറ്റിന 1 ആൻറ്റിന 2 എക്സെട്ര AN എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിനാസ് എന്നുള്ള സിഗ്നൽ നമ്മൾ ആദ്യം എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ലോ നോയ്സ് ആംപ്ലിഫയറിലൂടെ പാസ് ചെയ്യുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബീം ഫോമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ എലമെൻറ്റിൽ നിന്നുള്ള സിഗ്നലിന് നമ്മളൊരു ഡിലേ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ഫേസ് ഷിഫ്റ്ററിലൂടെ പാസ് ചെയ്യുന്നു. The time delayed signal from each element are summed to produce the resultant beam by the beam former. Then നമ്മൾ ആ ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീം ഫോമറിലോട്ട് പാസ് ചെയ്യുന്നു. ഈ ബീം ഫോമറാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ എലമെൻസിനെയും സം ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്, റിസൾട്ടൻറ്റ് ബീം ഫോം ചെയ്യുന്നത്. The method of beam forming is relatively cheap and low power compared to digital beam forming. അതായത് നമ്മൾ അനലോഗ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചീപ്പ് ആൻഡ് ലോ പവർ ആണ്, ആൻഡ് ഇറ്റ് റിക്വയർസ് ലോ പവർ കമ്പയർഡ് ടു ഡിജിറ്റൽ ബീം ഫോമിംഗ്. Phased arrays have been the conventional way of steering beams electronically to different directions within the range of element pattern. Okay, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ട്രക്ചർ, ഇതിനെ നമ്മൾ പറയുന്നതാണ് ഫേസ്ഡ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫേസ്ഡ് അറേ എന്ന് പറയുന്നതാണ് ഏറ്റവും കൺവെൻഷണൽ വേ ആണ്, കൺവെൻഷണൽ വേ ഓഫ് ബീം സ്റ്റിയറിംഗ് ഇലക്ട്രോണിക്കലി ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് വിതിൻ ദ റേഞ്ച് ഓഫ് ദ എലമെൻറ്റ് പാറ്റേൺ. ബൈ ചേഞ്ചിങ് ദ ഫേസസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ അറേ വിത്ത് ഫേസ് ഷിഫ്റ്റർ, ദ കമ്പൈൻഡ് ബീം ഓഫ് ദ അറേ ഈസ് സ്റ്റിയേർഡ്. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ അറേയുടെ ബീം സ്റ്റിയറിംഗ് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഓരോ എലമെൻറ്റിൻ്റെയും ഫേസ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീം സ്റ്റിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ അറേയുടെ റിസൾട്ടൻറ്റ് പാറ്റേണിൻ്റെ ബീം സ്റ്റിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹൈ ഡയറക്ടിവിറ്റി, മൾട്ടിപ്പിൾ ബീം ഫോമിംഗ്, one at a time in different directions, fast scanning when compared to mechanical steering due to its electronic circuitry and spatial filtering. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ഡയറക്ടിവിറ്റി ആണ്, മൾട്ടിപ്പിൾ ബീം ഫോമിംഗ് ആണ്. അതായത് നമുക്ക് ഈ ഒരു സർക്യൂട്ടറി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറേ ബീം ഫോം ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം ഒരു ബീമാണ്,
in different directions. Okay. അതുപോലെ ഫാസ്റ്റ് സ്കാനിങ് വെൻ കമ്പയർഡ് ടു മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ഡ്യൂ ടു ഇറ്റ്സ് ഇലക്ട്രോണിക് സർക്യൂട്ടറി ആൻഡ് സ്പെഷ്യൽ ഫിൽറ്റർ. നമ്മൾ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാനുവലി ടേണിംഗ് ആണ്, അതല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഇത് പറയുന്നത് അനലോഗ് ഓർ RF ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് RF ഓർ അനലോഗ് ബീം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള അറേൻ്റെ വേറൊരു പേരാണ് ഫേസ്ഡ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ്ഡ് അറേ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ഡിജിറ്റൽ ബീം ഫോമിംഗ് ആണ്. ഇൻ ഡിജിറ്റൽ ബീം ഫോമിംഗ് ദ സിഗ്നൽസ് ഫ്രം ഈച്ച് ആൻറ്റിന എലമെൻറ്റ്സ് ആർ സാമ്പിൾഡ് ബൈ ആൻ ADC. അപ്പോൾ ഡിജിറ്റൽ ബീം ഫോമിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം നമ്മൾക്ക് കിട്ടുന്ന അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, ഡിജിറ്റലാക്കി മാറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽസ് ഫ്രം ഈച്ച് ആൻറ്റിന എലമെൻറ്റ്സ് ആർ സാമ്പിൾഡ് ബൈ ആൻ ADC. ഓക്കെ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ദ സാമ്പിൾഡ് സിഗ്നൽസ് ആർ ദെൻ ഡൗൺ കൺവേർട്ടഡ് ടു എ lower frequency by mixing the output of the ADC with a complex sinusoid to yield a base band signal. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ഫ്രീക്വൻസി കൺവേർഷൻ ചെയ്യുന്നുണ്ട്, ഒരു ലോ ഫ്രീക്വൻസിയിലോട്ട് കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഒരു മിക്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗൺ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിക്സർ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ മിക്സിങ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ADC with a complex sinusoid to yield a baseband signal. Then these baseband signals are then split into different channels by using channelizers. baseband signals എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളവിടെ ഫ്രീക്വൻസി ഡൗൺ കൺവേർഷൻ ചെയ്യുമ്പോൾ തന്നെ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്, കുറയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽസാണ് നമ്മൾ ബേസ്ബാൻഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ദെൻ ഈ ബേസ്ബാൻഡ് സിഗ്നൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് ചാനലൈസേഴ്സ്. ദ റിസൾട്ടിങ് ചാനൽസ് ആർ ദെൻ ഫെഡ് ഇൻ ടു എ ബീം ഫോമർ. അപ്പോൾ ആ ബീം ഫോമറിൽ എന്തായിരിക്കും ചെയ്യുന്നത്, അപ്ലൈ സ്റ്റിയറിംഗ് ആൻഡ് കറക്ഷൻ കോഎഫിഷ്യൻറ്റ് ടു ഈച്ച് ചാനൽ ബിഫോർ സമ്മിങ് ദ ചാനൽസ് ടു പ്രൊഡ്യൂസ് എ റേഡിയേറ്റഡ് ബീം. അപ്പോൾ ബീം ഫോമിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് സിഗ്നൽസിനെ സം ചെയ്ത് ഒരു റിസൾട്ടൻറ്റ് ബീം ഫോം ചെയ്യുക, അതാണ് ബീം ഫോമറിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ബീം ഫോമറിൽ ആദ്യം ഈ സമ്മേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, ദ ബീം ഫോമർ അപ്ലൈ സ്റ്റിയറിംഗ് ആൻഡ് കറക്ഷൻ കോഎഫിഷ്യൻസ് ടു ഈച്ച് ചാനൽ. ഓക്കെ, ബിഫോർ സമ്മിങ് ദ ചാനൽസ് ടു പ്രൊഡ്യൂസ് എ റേഡിയേറ്റഡ് ബീം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ വ്യത്യാസം എന്താ വരുന്നത്, ഈ പാർട്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. എലമെൻറ്റ്സ് A1 A2 എക്സെട്ര AN N എലമെൻറ്റ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റിൽ നിന്നുള്ള സിഗ്നൽ അല്ലെങ്കിൽ ഓരോ ആൻറ്റിനയിൽ നിന്നുള്ള സിഗ്നലിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, A to D കൺവേർട്ടറിലൂടെ പാസ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡിജിറ്റൽ സിഗ്നലിനെ അങ്ങനെ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ നമ്മൾ ഡൗൺ കൺവേർഷൻ ചെയ്യുന്നുണ്ട്. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ കൺവേർട്ടർ ചെയ്യുന്നത് അതിൻ്റെ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൗൺ കൺവേർഷൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു, ഒരു കോംപ്ലക്സ് സിനുസോയിഡൽ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺ കൺവേർഷൻ ചെയ്യുന്നു. ദെൻ ഈ ഡൗൺ കൺവേർട്ടഡ് സിഗ്നലിനെ ഓരോ സിഗ്നലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ബേസ് ബാൻഡ് സിഗ്നൽസിനെ നമ്മൾ ഡിഫറെൻറ്റ് ചാനൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് ചാനലൈസർ. ദെൻ ഈ ചാനലൈസറിൻ്റെ ആ ഡിഫറെൻറ്റ് ചാനൽസിലുള്ള സിഗ്നൽസിനെ നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യുന്നു, ബീം ഫോമറിലോട്ട് പാസ് ചെയ്യുന്നു. ആ ബീം ഫോമറിൽ നിന്നാണ് നമുക്ക് റിസൾട്ടൻറ്റ് സിഗ്നൽ അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് റേഡിയേറ്റിംഗ് ബീം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിജിറ്റൽ ബീം ഫോമിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ബീം ഫോമിംഗ് ആണ്. ഹൈബ്രിഡ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്തൊക്കെ RFൻ്റെയും ഡിജിറ്റൽ ബീം ഫോമിങ്ങിൻ്റെയും RF ബീം ഫോമിങ്ങിൻ്റെയും ആർക്കിടെക്ചറിനെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ബീം ഫോമിംഗ് ടെക്നിക്കാണ് ഹൈബ്രിഡ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the RF or analog beam forming section controls the phase of the signal at each element
while the digital beamforming section applies baseband signal processing to enhance the performance of the multiple data channel. അപ്പോൾ നമ്മൾ ഫേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RF സെക്ഷൻ യൂസ് ചെയ്യുന്നു, RF ബീം ഫോമിംഗ് സെക്ഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബേസ് ബാൻഡ് സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ ബീം ഫോമിംഗ് സെക്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഇതാണ് വരുന്നത്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റിനാസ് A1 A2 എക്സെട്ര AN, ദെൻ നമ്മളെ ലോ നോയ്സ് ആംപ്ലിഫയർ, അതായത് ഇത്രയും ഭാഗം വരുന്നത് അനലോഗ് ബീം ഫോമിംഗ് സെക്ഷനാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം വരുന്നത്. ദെൻ അങ്ങനെ കിട്ടിയ ആ അനലോഗ് ബീം ഫോമിംഗ് വഴി കിട്ടുന്ന ബീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ A to D കൺവേർട്ടറിലോട്ട് പാസ് ചെയ്യുന്നു, ദെൻ ഡൗൺ കൺവേർഷൻ ചെയ്യുന്നു, ദെൻ ചാനലൈസറിലോട്ട് അപ്ലൈ ചെയ്യുന്നു, ദെൻ ഡിജിറ്റൽ ബീം ഫോമറിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, നേരത്തെ ഇപ്പോൾ അനലോഗ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അനലോഗ് ബീം ഫോമർ ഇത്രേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു അനലോഗ് ബീം ഫോമറാണ്. ഇനി അതേപോലെ തന്നെ കുറേ അനലോഗ് ബീം ഫോമർ നമുക്ക് പാരലലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ആ അനലോഗ് ബീം ഫോമറിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു റിസൾട്ടൻറ്റ് പാറ്റേൺ കിട്ടി, ഇവിടെ ഒരെണ്ണം, അതിനൊരു A to Dയിലോട്ട് കൺവേർട്ട് കൊടുത്തു. ദെൻ അടുത്ത ഇവിടെ രണ്ടാമത്തെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേറൊരെണ്ണം കിട്ടും, മൂന്നാമത്തെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേറൊരെണ്ണം കിട്ടും, ദെൻ nth വണ്ണിൽ വേറൊരെണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം കുറേ റിസൾട്ടൻറ്റ് ബീംസ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ ആ ഓരോ അനലോഗ് ബീമിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അനലോഗ് ബീം ഫോമർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ബീമിനെയും നമ്മൾ റിസൾട്ടൻറ്റ് ബീമിനെയും എഗെയിൻ ഡിജിറ്റലൈസ് ചെയ്യുന്നു, ഡിജിറ്റൽ ബീം ഫോമറിലോട്ട് പാസ് ചെയ്യുന്നു. ആ ഡിജിറ്റൽ ബീം ഫോമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലോക്സ് എന്തൊക്കെയാണ് വരുന്നത്, മുന്നേ ഉണ്ടായിരുന്ന ആൻറ്റിനാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പകരം ആ ഒരു ആൻറ്റിനയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന അവിടെ അനലോഗ് ബീം ഫോമറാണെന്ന് മാത്രം, അതാണ് വ്യത്യാസം വരുന്നത്. ദെൻ A to D കൺവേർട്ടർ ഉണ്ട്, ഡൗൺ കൺവേർട്ടർ ഉണ്ട്, ചാനലൈസർ ഉണ്ട്, ദെൻ ഒരു ഡിജിറ്റൽ ബീം ഫോമർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. ദെൻ ഇതാണ് ഹൈബ്രിഡ് ബീം ഫോമറിൽ വരുന്നത്. അതായത് ഹൈബ്രിഡ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത് അനലോഗും ഡിജിറ്റലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ബീം ഫോമിംഗ് ആണ് എന്ത്, ഹൈബ്രിഡ് ബീം ഫോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് വേറൊരു ടോപ്പിക്കാണ്. ടു ഫൈൻഡ് ദ ഒപ്റ്റിമം ബീം സ്റ്റിയറിംഗ് ടെക്നിക് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ വൈറ്റൽ. അപ്പോൾ നമുക്ക് ബീം സ്റ്റിയറിംഗ് ടെക്നിക്ക് ഏതാണെന്ന്, അതായത് ഒപ്റ്റിമം ബീം സ്റ്റിയറിംഗ് ടെക്നിക്ക് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻസേർഷൻ ലോസ് ആണ്. ദിസ് ഈസ് ദ ലോസ് ദാറ്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻസേർട്ടിങ് എ ഡിവൈസ് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിലോട്ട് പുതുതായിട്ട് ഏതെങ്കിലും ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ലോസ്, അതാണ് ഇൻസേർഷൻ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ദാറ്റ് ഗോസ് ഇൻ ആൻഡ് ദ പവർ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ഡിവൈസ് എക്സ്പ്രസ്ഡ് ഇൻ dB. ഇൻസേർഷൻ ലോസ് എന്ന് പറയുന്നത് 10 log PIN ഡിവൈഡ് ബൈ POT. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ആ ഡിവൈസിലോട്ട് വരുന്ന പവർ ഡിവൈഡ് ബൈ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ, അതിനെ ഇൻ dBയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ഇൻസേർഷൻ ലോസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് സ്റ്റിയറിംഗ് റേഞ്ച് ആണ്. സ്റ്റിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ആംഗിൾ എവേ ഫ്രം ദ ബോർ സൈഡ് ഡയറക്ഷൻ ടു വിച്ച് ദ ബീം ക്യാൻ ബി സ്റ്റിയർഡ്. ബോർ സൈഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് മാക്സിമം ഗെയിൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി ഓഫ് ദ ആൻറ്റിന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർ സൈഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബോർ സൈറ്റ് ഓഫ് ആൻ ആൻറ്റിന എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് സിമെട്രി. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാരാബോളിക് റിഫ്ലക്ടർ ആൻറ്റിന ഫീഡിങ് അറ്റ് സെൻറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ബോർ സൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയറക്ഷൻ അതിൻ്റെ ആൻറ്റിനയുടെ സിമെട്രിക് ആയിട്ടുള്ള ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ ആക്സിസ് നിന്ന് ഡീവിയേറ്റ് ചെയ്യാവുന്ന മാക്സിമം ആംഗിൾ സോ ദാറ്റ് ദ ബീം ക്യാൻ ബി സ്റ്റിയർഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
സ്റ്റിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റിയറിംഗ് റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയേറ്റിംഗ് എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ ഫേസ്ഡ് അറേ മെയ്ഡ് അപ്പ് ഓഫ് microscopic patch antennas cannot be steered over 360 degree by means of phase shifters due to the limitation of the element. അതായത് സ്റ്റിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയേറ്റിംഗ് എലമെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിൾ പറയുന്നത് നമുക്ക് അറേ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനാസിനെ നമുക്ക് അറേ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനകത്തുള്ള വൺ ഓഫ് ദ ഒരു എക്സാമ്പിൾ പറയുന്ന മൈക്രോസ്കോപ്പ് പാച്ച് ആൻറ്റിന നമുക്ക് അടുത്ത മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൈക്രോസ്ട്രിപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് പാച്ച് ആൻറ്റിനാസിൻ്റെ അറേനെ നമുക്ക് 360 ഡിഗ്രിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റിയറിങ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് പറയുന്നത് വെൻ എ മോണോബോൾ ക്യാൻ ബി സ്റ്റിയർഡ് ഓവർ 360 ഡ്യൂ ടു ഇറ്റ്സ് ഒമ്നി ഡയറക്ഷണൽ റേഡിയേഷൻ പാറ്റേൺ. നേരെ മറിച്ച് നമുക്ക് മോണോപോൾ ആൻറ്റിനയാണെങ്കിൽ അതിന് നമുക്ക് 360 ഡിഗ്രി ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെയിൻ ബീമിനെ സ്റ്റിയറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, while we cannot steer the microscope patch antennas over 360 degree. ഓക്കെ, അതാണ് രണ്ട് എക്സാമ്പിൾസ് പറയുന്നത്. Hence the steering range of techniques will be classified as either full range or a specific angle based on the literature. ഓക്കെ, അപ്പോൾ സ്റ്റിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫുൾ റേഞ്ച് എന്ന് പറയാം. ഫുൾ റേഞ്ച് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ എലമെൻറ്റ്. ഓക്കെ, അതായത് 360 ഡിഗ്രി ആക്കാം, അതല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ആംഗിൾ. അതായത് ചില അറേയുടെ കേസിൽ നമുക്ക് 360 ഡിഗ്രിയിലും സ്റ്റിയറിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സ്റ്റിയറിംഗ് റെസൊല്യൂഷനാണ്. സ്റ്റിയറിംഗ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് വൈൽ കവറിങ് ദ സ്റ്റിയറിംഗ് റേഞ്ച്. അതായത് സ്റ്റിയറിംഗ് റേഞ്ച് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിയറിംഗ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി കണ്ടിന്യൂസ്, പ്രീ ഡിഫൈൻഡ് ഓർ ഫൈൻ. കണ്ടിന്യൂസ് സിഗ്നിഫൈയിങ് ദാറ്റ് ഇറ്റ് അച്ചീവ്സ് എനി സ്റ്റിയറിംഗ് ആംഗിൾ നീഡഡ്. Predefined signifying large angles greater than 20 degree and fine signifying angle steps of 2 degree or less. ഓക്കെ, അപ്പോൾ ഈ നമ്മളുടെ സ്റ്റിയറിംഗ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഐദർ കണ്ടിന്യൂസ് ആവാം, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആവാം, അല്ലെങ്കിൽ ഫൈൻ ആവാം. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് അച്ചീവ്സ് എനി സ്റ്റിയറിംഗ് ആംഗിൾ. അതായത് നമുക്ക് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആംഗിൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത് ലാർജ് ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 20 ഡിഗ്രി ആണ്. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ സ്റ്റെപ്സ് ഓഫ് 2 ഡിഗ്രി ഓർ ലെസ് ആണ്. ദെൻ അടുത്ത് വരുന്നത് സ്റ്റിയറിംഗ് സ്പീഡാണ്. ദിസ് ഈസ് ഹൗ ഫാസ്റ്റ് ദ ബീം സ്റ്റിയറിംഗ് ക്യാൻ ബി പെർഫോംഡ്. സ്റ്റിയറിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് സ്റ്റിയറിംഗ് പെർഫോം ചെയ്യാൻ പറ്റും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്ററാണ് സ്റ്റിയറിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. Speed of steering determines the sensitivity of the technique and hence will determine if it is suitable for dynamic or static environment. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് it determines the sensitivity of the technique and determine if it is suitable for dynamic or static environment. Okay, the steering speed for a mobile user driving along the road will be different from that of a backhaul antenna that needs to switch its beam to a different node in the network. അതായത് നമുക്കറിയാൻ പറ്റും, നമ്മൾ മൂവ് ചെയ്യുന്ന കേസും സ്റ്റാറ്റിക് ആയിട്ടുള്ള കേസും രണ്ട് കേസിലും വരുന്ന സ്റ്റിയറിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ദിസ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് എ ടെക്നിക്ക്. എത്രമാത്രം ഈസി ആയിട്ട് നമുക്ക് ആ ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദിസ് ഓൾസോ ഹാസ് എ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് ദ ടെക്നിക്ക്. അതായത് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മളതിൻ്റെ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി റേറ്റഡ് ആസ് എയ്തർ ഹൈ, മോഡറേറ്റ് ഓർ ലോ. അതായത് കോംപ്ലക്സിറ്റി നമുക്ക് ഐദർ ലോ കോംപ്ലക്സ് ആണെന്ന് പറയാം, അതല്ലെങ്കിൽ മോഡറേറ്റ് കോംപ്ലക്സിറ്റി എന്ന് പറയാം, അതല്ലെങ്കിൽ ഹൈ കോംപ്ലക്സിറ്റി എന്ന് പറയാം. ഓക്കെ, അടുത്ത് വരുന്നത് ബാൻഡ് വിഡ്ത്ത് ഫേസ് ഡീവിയേഷൻ ആണ്. ദിസ് ടേം റെഫേഴ്സ് ടു ദ യൂണിഫോമിറ്റി ഓഫ് ബീം സ്റ്റിയറിംഗ് ആസ് എ ഫങ്ഷൻ ഓഫ് ഫ്രീക്വൻസി അക്രോസ് ദ ഓപ്പറേറ്റിംഗ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ആൻറ്റിന. നെക്സ്റ്റ് വരുന്നത് സൈസാണ്.
size of the manufactured device will be determined the application that will make use of it, and if it becomes very bulky, applications such as smartphones and tablets will not be able to accommodate it. അതായത് സൈസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീം സ്റ്റിയറിംഗ് ടെക്നിക്ക്, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ടെക്നിക്ക് നമുക്ക് ഒരിക്കലും ഒരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺ എ സെയിൽസ് പെർസ്പെക്റ്റീവ് ദ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് എ ടെക്നിക് വിൽ ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ് ഓഫ് ദ ഡിവൈസ്. അതായത് നമുക്ക് ആ ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും, ആ ഡിവൈസിൻ്റെ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാരാമീറ്റേഴ്സ് വരുന്നത്. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ പാരാമീറ്റേഴ്സിൻ്റെ പേരെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ.